പത്രങ്ങൾ, കറൻസി നോട്ടുകൾ, നോട്ട്ബുക്കുകൾ ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന വസ്തുക്കളാണ്. ഇന്ന് നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായി കാണുന്നുണ്ടാകും. എന്നാൽ ഈ ഒരു കഷ്ണം കടലാസ് നമ്മുടെ കൈകളിലെത്താൻ 2000 വർഷത്തെ ചോരയും പോരാട്ടവും ബുദ്ധിയും നിറഞ്ഞ വലിയൊരു ചരിത്രമുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കടലാസ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പുരാതന ഈജിപ്തിലെ നൈൽ നദിക്കരയിൽ നിന്നും ചൈനയിലെ രഹസ്യ കൊട്ടാരങ്ങളിലൂടെ ആധുനിക ഫാക്ടറികളിലേക്കെത്തിയ പേപ്പറിന്റെ ചരിത്രത്തിലേക്കാണ്. ലോകം വസ്തുക്കളെ നോക്കുന്നു. ഞാൻ അവയുടെ അസാധാരണമായ ചരിത്രത്തെയും ആരും പറയാത്ത ആ നിഗൂഢ കഥകൾ ഇനി ഞാൻ പറഞ്ഞു തരാം. എന്റെ പേരോ മുഖമോ തിരയേണ്ട. ഇത് നോബഡി. കടലാസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗുഹാചിത്രങ്ങളായിരുന്നു ആദ്യകാല രീതി. പിന്നീട് കളിമണ്ണിൽ അക്ഷരങ്ങൾ കൊത്തിവെക്കാൻ തുടങ്ങി. പുരാതന ഈജിപ്തുകാർ നൈൽ നദിക്കരയിൽ വളരുന്ന പാപ്പിറസ് എന്ന ചെടിയുടെ തണ്ട് ചതച്ച് പരത്തി അതിലായിരുന്നു എഴുതിയിരുന്നത്. പേപ്പർ എന്ന വാക്കുപോലും ഈ പാപ്പിറസിൽ നിന്നാണ് വന്നത്. എന്നാൽ ഇതൊരു യഥാർത്ഥ കടലാസ് ആയിരുന്നില്ല. മറുഭാഗത്ത് യൂറോപ്പിൽ ആടുകളുടെയും മാടുകളുടെയും ഒക്കെ തൊലി ഉണക്കി അതിൽ നിന്നുണ്ടാക്കുന്ന പാർച്ച്മെന്റ് ഉപയോഗിച്ചു. ഒരു ബൈബിൾ എഴുതാൻ 100 കണക്കിന് ആടുകളെ കൊല്ലേണ്ടി വരുമായിരുന്നു. അത്രയ്ക്കും ചിലവേറിയതായിരുന്നു അക്കാലത്ത് എഴുത്തുവിദ്യ. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, കരിമ്പനയുടെ ഇലകൾ ഉണക്കി പാകപ്പെടുത്തിയാണ് താളിയോലകൾ നിർമ്മിച്ചിരുന്നത്. നാരായം കൊണ്ട് ഇതിൽ എഴുതുകയും മഷി പുരട്ടുകയും ചെയ്തിരുന്നു. AD 105 ചൈനയിലാണ് യഥാർത്ഥ പേപ്പറിന്റെ ജനനം. സായ് ലൂൻ എന്ന കൊട്ടാരം ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. പഴയ തുണിക്കഷ്ണങ്ങൾ, മരത്തിന്റെ തൊലി, മീൻപിടുത്ത വലകൾ എന്നിവ വെള്ളത്തിലിട്ട് ചതച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി അത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു വലയിൽ നിരത്തി വെയിലത്ത് ഉണക്കിയെടുക്കുന്ന രീതി അദ്ദേഹം കണ്ടെത്തി. ഈ വിദ്യ ചൈനയെ വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. ഈ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ 500 വർഷത്തോളം ചൈന കടുത്ത ജാഗ്രത പുലർത്തി. കടലാസ് നിർമ്മാണ രഹസ്യം ചോർത്തുന്നവർക്ക് വധശിക്ഷ വരെ നൽകിയിരുന്ന കാലമായിരുന്നു അത്. ചൈനയുടെ ഈ വലിയ രഹസ്യം ലോകം മുഴുവൻ വ്യാപിച്ചതിന് പിന്നിൽ ഒരു വലിയ യുദ്ധമുണ്ട്. AD 751 ചൈനയും അറബ് സാമ്രാജ്യവും തമ്മിൽ നടന്ന തലാസ് യുദ്ധം. ഈ യുദ്ധത്തിൽ അറബികൾ ചൈനീസ് സൈനികരെ തടവിലാക്കി. പിടിക്കപ്പെട്ടവരിൽ കടലാസ് നിർമ്മാണം അറിയാവുന്ന വിദഗ്ധരുണ്ടായിരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഈ വിദ്യ അറബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ബാഗ്ദാദിലും സമർഗന്ദിലും വലിയ പേപ്പർ മില്ലുകൾ ഉയർന്നു. വിജ്ഞാനം ലോകം മുഴുവൻ പടരാൻ ഇത് കാരണമായി. പിന്നീട് സിൽക്ക് റൂട്ട് വഴി ഈ വിദ്യ യൂറോപ്പിലേക്ക് പടർന്നു. 15-ാം നൂറ്റാണ്ടിൽ ജോഹാനസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അതിനു മുൻപ് കൈകൊണ്ടെഴുതിയായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അച്ചടി യന്ത്രത്തിന് വേഗതയുണ്ടെങ്കിലും അതിലുപയോഗിക്കാൻ മൃഗത്തോലുകൾ അനുയോജ്യമായിരുന്നില്ല. കടലാസിന്റെ വരവ് അച്ചടിയെ പൂർണ്ണമാക്കി. പുസ്തകങ്ങളുടെ വില കുത്തനെ കുറഞ്ഞു. ബൈബിളും ശാസ്ത്ര പുസ്തകങ്ങളും സാധാരണക്കാരുടെ കൈകളിലെത്തി. ഇത് യൂറോപ്പിലെ നവോത്ഥാനത്തിനും ശാസ്ത്ര വിപ്ലവത്തിനും വഴിയൊരുക്കി. ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇത് പല രാജ്യങ്ങളിലും വിപ്ലവങ്ങൾക്ക് കാരണമായി. ആദ്യത്തെ പത്രങ്ങൾ അച്ചടിച്ചു തുടങ്ങിയതോടെ ലോകത്തെ വിവരങ്ങൾ അതിവേഗം കൈമാറാൻ കഴിഞ്ഞു. കടലാസ് ഇല്ലായിരുന്നെങ്കിൽ ആധുനിക വിദ്യാഭ്യാസമോ ശാസ്ത്രമോ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ല. ഇന്ന് കൂറ്റൻ മില്ലുകളിലാണ് കടലാസ് നിർമ്മിക്കുന്നത്. യുക്കാലിപ്റ്റസ് പോലുള്ള മരങ്ങൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി രാസവസ്തുക്കൾ ചേർത്ത് വേവിച്ച് പൾപ്പാക്കി മാറ്റുന്നു. ഇത് വലിയ മെഷീനുകളിലൂടെ കടത്തിവിട്ട് വെള്ളം കളഞ്ഞ് ഉണക്കി റോൾ ചെയ്തെടുക്കുന്നു. 1 ടൺ കടലാസ് നിർമ്മിക്കാൻ ഏകദേശം 17 വലിയ മരങ്ങൾ മുറിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുനരുപയോഗം ഇന്ന് വളരെ പ്രധാനമാണ്. ഡിജിറ്റൽ യുഗമായ ഇന്ന് നമ്മൾ സ്ക്രീനുകളിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പേപ്പർ ഇല്ലാത്ത ഒരു ലോകം ഇപ്പോഴും അസാധ്യമാണ്. ഒരു ചെറിയ ചൈനീസ് ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇന്ന് കോടിക്കണക്കിന് ടൺ കടലാസ് ഉപയോഗിക്കുന്ന ആധുനിക ലോകത്ത് എത്തി നിൽക്കുന്നു. മനുഷ്യചരിത്രം വരും തലമുറകൾക്കായി കരുതിവെക്കാൻ നമ്മളെ സഹായിച്ചത് ഈ കണ്ടുപിടുത്തമാണ്. അടുത്ത തവണ ഒരു പേപ്പർ ഉപയോഗിക്കുമ്പോൾ അതിനു പിന്നിലെ ഈ വലിയ ചരിത്രം കൂടി ഓർക്കുക.
ഓരോ സാധാരണ വസ്തുവിന് പിന്നിൽ നമ്മൾ കാണാത്ത ഇതുപോലൊരു അസാധാരണ ലോകമുണ്ട്. ആ ലോകത്തെ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് തേടിപ്പോകണം. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കഥയിൽ കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. ഇത് നോബഡി.